ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് മാർച്ച് 26 വിശുദ്ധ ലൂഡ്ഗറിൻ്റെ തിരുനാൾ. ഇന്ന് ജർമ്മനിയുടെ ഒരു ഭാഗമായ ഫ്രീസ്ലൻഡിൽ 743 ലൂഡ്ഗർ ജനിച്ചു. വിശുദ്ധ ബോനിഫസിന്റെ ശിഷ്യനായ വിശുദ്ധ ഗ്രിഗറിയുടെ ശിക്ഷണത്തിലാണ് ലൂഡ്ഗർ വളർന്നു വന്നത്. അവന്റെ ആധ്യാത്മിക പുരോഗതി കണ്ട് വിശുദ്ധ ഗ്രിഗറി അവന് ഡീക്കൻ പട്ടം നൽകി. 4.5 വർഷം ഇംഗ്ലണ്ടിൽ അൽക്കൂയിന്റെ കീഴിലും അധ്യയനം ചെയ്തു. ഭക്താഭ്യാസത്തിലും വിശുദ്ധ ഗ്രന്ഥപാരായണത്തിലും സഭാപിതാക്കന്മാരുടെ കൃതികൾ പാരായണം ചെയ്യുന്നതിലുമായിരുന്നു യുവാവായ ലൂഡ്ഗറിന്റെ ശ്രദ്ധ മുഴുവൻ. ലൂഡ്ഗർ ഇംഗ്ലണ്ടിൽ തിരിച്ചുവന്ന് പൗരോഹിത്യം സ്വീകരിച്ചു. വൈദികനെന്ന നിലയിൽ അനേകരെ മാനസാന്തരപ്പെടുത്തി. പല ആശ്രമങ്ങളും അദ്ദേഹം സ്ഥാപിക്കുകയും മോന്തെ ഗാസിനോ ആശ്രമത്തിൽ 3.5 കൊല്ലം താമസിക്കുകയും ചെയ്തു. 787 കാർലെമാൻ ചക്രവർത്തി സാക്സന്മാരെ തോൽപ്പിച്ച ഉടനെ ലൂഡ്ഗർ തിരിച്ചുവന്ന് തൻ്റെ മിഷണറി പ്രവർത്തനങ്ങൾ തുടർന്നു. 802 മൂൺസ്റ്ററിലെ മെത്രാനായ ശേഷവും ഉപവാസവും ജാഗരണവും അഭ്യസിച്ചിരുന്നു. ദേവാലയങ്കണങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുന്നില്ലെന്ന ആരോപണ വിധേയനായ ലൂഡ്ഗർ ചക്രവർത്തിയോട്, എനിക്ക് എന്നാൽ ദൈവം അങ്ങേക്ക് ഉപരിയാണല്ലോ, ദൈവത്തോടുള്ള കടമ നിർവഹിച്ചു വേണമല്ലോ അങ്ങയുടെ കാര്യങ്ങളിൽ ഏർപ്പെടാൻ. ഈ മറുപടി ലൂഡ്ഗർ ചക്രവർത്തിയുടെ ബഹുമാന ആദരവുകൾ നേടിക്കൊടുത്തു. ഓശാന ഞായറാഴ്ച പ്രസംഗിക്കുകയും 9 മണിക്ക് ദിവ്യബലി സമർപ്പിച്ച ശേഷം തൻ്റെ മരണസമയം മുൻകൂട്ടി പ്രവചിച്ചിരുന്നതുപോലെ പാതിരാത്രി തൻ്റെ ഭക്താഭ്യാസങ്ങൾ എല്ലാം അവസാനിപ്പിച്ച് ബിഷപ്പ് ലൂഡ്ഗർ യാത്രയായി. വിശുദ്ധ ലൂഡ്ഗറെ ഞങ്ങൾക്കും തിരുസഭ മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.